ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം തിരുവചനം. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്ന സുദിനമാണല്ലോ ക്രിസ്മസ് ദിനം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹാശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ലോകം ആകർഷണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഒത്തിരി പ്രകാശങ്ങൾ, ഒത്തിരി വെള്ളി വെളിച്ചങ്ങൾ, ഒത്തിരി ഫ്ലക്കറിങ് ലൈറ്റുകൾ, ഇതുകൊണ്ട് പ്രകാശിതമാണ് ഇന്നത്തെ ഈ ലോകം. ചില പ്രകാശങ്ങൾ ഒറിജിനലാണ്, ചില പ്രകാശങ്ങൾ ഡ്യൂപ്ലിക്കേറ്റാണ്. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും. ഡ്യൂപ്ലിക്കേറ്റ് പ്രകാശങ്ങൾ അത് അല്പസമയത്തേക്ക് മാത്രം, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം. ഒറിജിനൽ പ്രകാശമാകട്ടെ അത് എന്നേക്കും നിലനിൽക്കുന്ന പ്രകാശമാണ്. നമ്മുടെ ക്രിസ്മസ് ദിനങ്ങൾ അടുക്കുമ്പോൾ ഡിസംബർ 1 തുടങ്ങി നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാ വീടുകളിലും തന്നെ നക്ഷത്ര വിളക്കുകൾ അത് തൂക്കിയിട്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി ആകർഷണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണതെല്ലാം. ക്രിസ്മസ് പകുതിയോടടുക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ പുൽക്കൂടുണ്ടാക്കുന്നതിൻ്റെ ഒരുക്കവട്ടങ്ങളും അതിൻ്റെ തിരക്കിലുമാണ്. നമ്മൾ ഈ കാണുന്ന നക്ഷത്രങ്ങൾ അത് കരണ്ട് പോയാൽ അത് അണഞ്ഞു പോകും, അത് പ്രകാശിക്കുകയില്ല. മിന്നാമിനുങ്ങുകൾ അല്പസമയത്തേക്ക് അത് മിന്നിത്തെളിയും, പിന്നെ അത് അണഞ്ഞു പോകും. ഇതുപോലെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ലൈറ്റുകൾ. സഹോദരങ്ങളെ, യേശുവാകുന്ന പ്രകാശം അത് യഥാർത്ഥ വെളിച്ചമാണ്. അതൊരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ആ പ്രകാശത്തിലേക്ക് നമ്മൾ നോക്കണം, ആ പ്രകാശത്തിൽ നമ്മൾ ജ്വലിക്കണം, ആ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തികളായി തീരണം. അതാണ് ക്രിസ്മസ് ദിനത്തിൽ ഈശോ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. യേശുവാകുന്ന പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 3 പോയിൻ്റുകളുണ്ട്. ഈ 3 പോയിൻ്റുകളും അന്ധകാരത്തിൽ കഴിഞ്ഞവർക്ക് ഉത്തരമേകുന്ന 3 പോയിൻ്റുകളാണ്. 1-ാമത്തെ പോയിൻ്റ്, ദൈവം ഇല്ല എന്ന് ചിന്തിച്ച്, ദൈവം ഇല്ല എന്ന് വാദിച്ചുകൊണ്ട് ഇരുട്ടിൽ കഴിഞ്ഞ ജനതയുണ്ട്. അവർക്ക് ഉത്തരമേകുന്നതാണ് യേശുവിൻ്റെ തിരുപ്പിറവി, ക്രിസ്മസ്. ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ക്രിസ്മസ് ദിനത്തിലെ യേശുവിൻ്റെ ആ ജനനം. 2-ാമത്തെ പോയിൻ്റ്, ദൈവം അങ്ങ് അകലെ എവിടെയോ ആണ്, ദൈവം അടുത്തില്ല എന്ന് ചിന്തിച്ച് ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ജനതയുണ്ട്. അവരടുക്കലേക്ക് യഥാർത്ഥ വെളിച്ചമായ യേശു വന്നപ്പോൾ, ഞാൻ കൂടെയുണ്ട്, ഞാൻ ഒത്തിരി അകലെയല്ല, നിൻ്റെ കൂടെ തന്നെയുണ്ട് എന്നുള്ള ആ ഒരു വലിയ മെസ്സേജ് നൽകുന്നതാണ് ക്രിസ്മസ്. 3-ാമത്തെ പോയിൻ്റ്, ദൈവം എവിടെയോ ആണ്. കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ചില നേരങ്ങളിൽ മാത്രം ദൈവം കൂടെയുണ്ട്, ചിലരെ മാത്രം ദൈവം സ്നേഹിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ച് ഇരുട്ടിൽ കഴിഞ്ഞ ജനതയുണ്ട്. അവരടുക്കിലേക്കാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ദൈവം നിൻ്റെ കൂടെയുണ്ട്, ദൈവം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഈ വലിയ ഒരു സന്ദേശമാണ് യഥാർത്ഥ വെളിച്ചമായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
യേശുവിൻ്റെ യഥാർത്ഥ വെളിച്ചമായ യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആ കടന്നുവരൽ, ആ ജനനം, ആ ക്രിസ്മസ്, ദൈവമുണ്ട് എന്ന ചിന്തയിലേക്ക്, ദൈവം കൂടെയുണ്ട് എന്ന ചിന്തയിലേക്ക്, ദൈവം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ആ ചിന്തയിലേക്ക് യേശുവിൻ്റെ ജനനം നമ്മെ നയിക്കുകയാണ്. ആ പ്രകാശത്തിലേക്ക് നമ്മൾ നോക്കണം. ഇന്ന് നമ്മളെല്ലാവരും പുൽക്കൂടുകൾ സന്ദർശിക്കുന്നവരാണ്. നമ്മൾ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ പലതും നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ആ പുൽക്കൂട്ടിൽ വലിയ വയലുകളുണ്ടാക്കുന്നു, അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളുണ്ടാക്കുന്നു, പാറക്കൂട്ടങ്ങളുണ്ടാക്കുന്നു, വീടുകളുണ്ടാക്കുന്നു, കൊട്ടാരങ്ങളുണ്ടാക്കുന്നു. ഇതെല്ലാം നമ്മൾ ആ പുൽക്കൂട്ടിൽ കാണുന്നുണ്ട്. ഇടയന്മാരെ കാണുന്നു, രാജാക്കന്മാരെ കാണുന്നു, ഔസേപ്പിതാവിനെ കാണുന്നു, മാതാവിനെ കാണുന്നു. അങ്ങനെ പലതും നമ്മൾ ആ പുൽക്കൂട്ടിൽ കാണുന്നുണ്ട്. എന്നാൽ ആ പുൽക്കൂട്ടിലെ ആ ഉണ്ണി യേശുവിലേക്ക് നമ്മൾ നോക്കണം. ആ ഉണ്ണി യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രകാശിതരാകും എന്നുള്ളതാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം ഉണ്ട്, ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ആ ബോധ്യത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഒരു കടമ, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു, നക്ഷത്രങ്ങൾ തൂക്കുന്നു, പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നു, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു, പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങും. ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഡ്രസ് കോഡ് പോലുമായി റെഡ് കളറിലുള്ള വസ്ത്രധാരണങ്ങൾ. ഇന്ന് കടകളിലേക്ക് നോക്കിയാലൊക്കെ ഈ ചുമന്ന വസ്ത്രങ്ങൾ തൂക്കിയിട്ടിരിക്കും. ഈ അടുത്ത കാലത്ത് വന്ന ഒരു പ്രത്യേകതയാണത്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇന്ന് തലയിൽ പറഞ്ഞ പോലെ ക്രിസ്മസ് പപ്പയുടെ തൊപ്പി വെച്ച്, അല്ലെങ്കിൽ ക്രിസ്മസ് പപ്പയുടെ ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മൾ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു കടമയുണ്ട്. കേക്ക് മുറിച്ചാൽ മാത്രമായില്ല, നക്ഷത്രങ്ങൾ തൂക്കിയിട്ടാൽ മാത്രമായില്ല, നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രമായില്ല, നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ മാത്രമായില്ല. അതിനപ്പുറത്ത് നമുക്ക് വലിയൊരു കടമയുള്ളത്, നമ്മൾ പ്രകാശിക്കുന്നവരാകണം, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരാകണം നമ്മൾ. ദൈവമുണ്ട്, ദൈവം നിൻ്റെ കൂടെയുണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വളരെ അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ യഥാർത്ഥ വെളിച്ചമായ പ്രകാശം യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന ദിവസമാണെങ്കിൽ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനം 34:5. ആദ്യമേ നമ്മൾ പ്രകാശിക്കുക, മറ്റുള്ളവർക്ക് പ്രകാശമാകുക. പ്രകാശം ആകുക, പ്രകാശം ഏകുക, അത് നമ്മുടെ കടമയാണ്. ഈ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാൻ ഒരുപക്ഷെ നമ്മുടെ ഒരു സാന്നിധ്യം മതി, ഒരുപക്ഷെ നമ്മുടെ നോട്ടം മതി, ഒരുപക്ഷെ നമ്മുടെ സ്നേഹ സംഭാഷണം മതി മറ്റുള്ളവരുടെ മുഖം പ്രകാശിക്കുവാൻ, അവരുടെ ജീവിതം പ്രകാശിക്കുവാൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥ പ്രകാശമായ യേശുവിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുക, മറ്റുള്ളവർക്ക് പ്രകാശമാകുന്ന വ്യക്തികളായി ജീവിക്കുക. അങ്ങനെ ഈ ലോകത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സുദിനം വളർത്തിയെടുക്കുക. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നന്ദി.